വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. റാപ്പർ വേടൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. കഞ്ചാവുമായി പിടിയിലായ റാപ്പർ വേടന് കൂടുതൽ കുരുക്ക്. വേടന്റെ മാലയിലുള്ള പുലിയുടെ പല്ലും ഒറിജിനൽ തന്നെയാണ്. അങ്ങയുടെ കയ്യിലിരുന്ന് എന്താണെന്ന് ശ്രദ്ധിച്ചോ? തൃപ്പൂണിത്തുറ പോലീസാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അത് 5 ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരൺ, പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. എന്റെ പൊന്നു മക്കളെ, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണാണ് മക്കളെ. പ്ലീസ് ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. നമ്മുടെ പേരെന്താ? വിയർപ്പ് തുന്നിയുടെ കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ പരിപാടി തീർത്തലാണ് ഞാൻ. ഇനി ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ചടങ്ങുകൾ. സിനിമ ചെയ്തതിനൊക്കെ ഇടി റൈഡ് വരുന്ന കാലഘട്ടമാണ്. പ്രധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യ അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോ? ദയവ് ചെയ്ത് പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. നന്നായിട്ട് പഠിക്കണേ. ഈ പിള്ളേരെ മൊത്തം ചീത്തയാകുന്നവനാ സാറേ, പക്ഷെ നേറിയുള്ളവനാണ്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണ മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ? എന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ. ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും ഈ തിരക്കൊന്നും മാറട്ടെ. ഓക്കേ, ഉപയോഗിച്ചിരുന്നു. എന്റെയാണ് പിടിച്ചേക്കണത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. സത്യസന്ധനായ കള്ളൻ. 6 ഗ്രാം കഞ്ചാവുമായാണ് കിരൺ എന്ന വേടൻ കഞ്ചാവുമായി പിടിയിലാകുന്നത്. വേടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരക്ഷരം പോലും തെറ്റിയില്ല. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എന്താ മോനില്ലടാ, ഇന്നലെ കഞ്ചാവായിട്ട് പോലീസ് പിടിച്ചു. ആര് ജോമിയോ? അലങ്കോഴി പോവാ. റാപ്പർ വേടൻ ഉൾപ്പെടെ 9 പേരാണ് ഈ പോലീസ് സംഘം എത്തുമ്പോൾ ഈ മുറിക്കകത്തുണ്ടായിരുന്നത്. ഇവരുടെ പക്കൽ നിന്നാണ് 6 ഗ്രാം കഞ്ചാവ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. മഷിട്ട് നോക്കിയാൽ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. അഖിലേഷേട്ടനല്ലേ? അതെ, അഖിലേഷേട്ടനാണ്. കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് റാപ്പർ വേടൻ സമ്മതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഈത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇതിപ്പോ പുതിയ സംഭവം ഒന്നല്ലല്ലോ. ഈ ചില സിനിമാക്കാർക്കും അങ്ങനാണെന്നോ എന്ന് വെച്ചാ ഇപ്പൊ മനസ്സിലായ തൊട്ടിൽ സിന്റപ്പൻ എന്നീ ചുണക്കുട്ടികളാണ് ലഹരി മാഫിയക്കെതിരായി നമ്മുടെ നാടിനെ നയിക്കാൻ പോകുന്നത്. നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. സിഗരറ്റൊന്നും ചോദിക്കരുത്, അത് തെറ്റാ. എന്ന ബീഡി മതി. മലയാളത്തിലെ യുവ സംവിധായകരിൽ പ്രധാനികളാണ് കഴിഞ്ഞ ദിവസം ഈ കഞ്ചാവുമായി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ സംഗീത മേഖലയുടെ ഇപ്പോൾ ഈ ലഹരിയുമായി ഇത്തരത്തിൽ ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് വേടനെ ഇത് പറയുമ്പോഴേ സ്റ്റേജിൽ കയറട്ടെ. നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേടതൊക്കെ സ്റ്റേജിൽ കയറി പറയട്ടെ. എനിക്കൊന്ന് പറയാനുള്ളത്, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. അല്ലടാ? അതെ അതെ. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുലിപ്പല്ല എന്നാണ് വേടൻ പോലീസിനോട് പറയുന്നത്. സമൂഹത്തിന്റെ ഓരോ സത്യത്തിൽ അത് കാളക്കൊമ്പ, പക്ഷെ ന്യൂസ് പുറത്തു വിടുമ്പോ ആനക്കൊമ്പാണെന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. ഷാഫി, ഇവരെ ഇന്നലെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ? അത് ശരിയാ. ഞാൻ വന്നിട്ട് പറയും. നീ ചിരിക്കണ കറിയാണോ? അയ്യോ, ഞാൻ ജയിലിൽ പോകുമ്പോ എനിക്കറിയാം സുഖം അല്ലെങ്കിൽ ഒറ്റയ്ക്ക്